ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ചെറിയ ചലഞ്ചുണ്ട്. ചലഞ്ചിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ എന്താ ചലഞ്ച് എന്നല്ലേ? ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം റിയൽമി 6 എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുന്നവർക്കും തിരഞ്ഞെടുക്കുന്നവർക്കും നമ്മൾ സമ്മാനം കൊടുക്കും. സമ്മാനം കിട്ടാൻ വേറൊരു വഴിയും കൂടി വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരാണ് കമൻറ്റ് ചെയ്തതിൽ ശരി ഉത്തരം നൽകുന്നതെങ്കിൽ അവർക്കും സമ്മാനം ഉണ്ടാവും, നിങ്ങൾക്കും സമ്മാനം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരാൾക്ക് സെൻഡ് ചെയ്ത് അയാൾ വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് അയാളാണ് ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ ആൻസർ പറയുന്നതെങ്കിലും ഈ 3 പേർക്കും സമ്മാനം ഉണ്ടാവും. അപ്പോൾ ആരൊക്കെയാണോ കണക്ട് ചെയ്ത് വരുന്നത് അവർക്കൊക്കെ സമ്മാനം ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഒരു 3ാമത്തെ ക്യാമറ എന്തിനാന്നുള്ള കാര്യം പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു സെൻസർ ആണെങ്കിൽ പിന്നെ ഒരു ക്യാമറ ലെൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം അതിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയൽമി സീരീസിലെ റിയൽമി 6 എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഇൻ ഡിസ്പ്ലേ സെൽഫിയാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതെന്താണെന്ന് വഴിയെ പറയാം. അതുപോലെ തന്നെ 30 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ഉണ്ട്. 4300 mAh ബാറ്ററി, 64 മെഗാ പിക്സലിൻ്റെ 4 ക്യാമറ വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഉണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഹീലിയോ G90T എന്ന് പറയുന്ന മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിയാൻ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിലും അത്യാവശ്യം നമുക്ക് 4 ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ക്യാമറ 8 മെഗാ പിക്സൽ, പിന്നെ നമുക്ക് വരുന്നത് 64 മെഗാ പിക്സൽ രണ്ടാമത്തെ ക്യാമറ. 3ാമത്തെ ക്യാമറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെഗാ പിക്സൽ, 4ാമത്തെ ക്യാമറയും 2 മെഗാ പിക്സൽ. ക്യാമറയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാർജർ നമുക്ക് വോക്ക് ചാർജിങ് ആണ് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫോൺ ചാർജ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ കേബിൾ വരുന്നത് C ടൈപ്പ് കേബിളാണ്. C ടൈപ്പ് കേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ C ടൈപ്പ് നമ്മൾ സാധാരണ ഫോണിന് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളും C ടൈപ്പ് കേബിളാണെങ്കിൽ നമ്മൾ ചാർജിങ്ങിൽ കണക്ട് ചെയ്യുമ്പോൾ സൈഡ് വൈസ് ഓപ്പോസിറ്റ് സൈഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും പോർട്ടിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റിയൽമി 6 വോക്ക് ചാർജിങ് ആണ്. 1 മണിക്കൂറിൽ ഫോൺ ഫുൾ ചാർജായി മാറും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പവർ ബട്ടണും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും വരുന്നത് ഫോണിൻ്റെ വലത്തെ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ അൺലോക്ക് ചെയ്യാം. പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് ബട്ടണും ഒരേ ബട്ടണിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോണിന് 191 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 10 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്നത് വെച്ചാൽ ഫോൺ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓണായി വരുന്നുണ്ട്. അതിനൊന്നും നമുക്ക് സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഫസ്റ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം അതിന് ശേഷമുള്ളൊരു ഫോൺ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓണായി വരുന്നുണ്ട്. പിന്നെ സാധാരണ ഫോണിൻ്റെ ഒരു സ്ലോ വരുന്നത് സാധാരണ കുറച്ച് ഉപയോഗങ്ങളൊക്കെ കഴിയുമ്പോഴാണ്. നമുക്കിപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പറഞ്ഞ പോലെ ഇൻഡിസൈൻ ഡിസ്പ്ലേ സെൽഫിയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ പെട്ടെന്ന് അടുത്ത സ്ക്രീനിലേക്ക് ചേഞ്ച് ആവുന്നു. അത്രയും സ്മൂത്ത്നെസ് അതൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അതിൻ്റെ ഒരു 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് മോഡാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. നൈറ്റ് മോഡിൽ നമ്മൾ ഫസ്റ്റത്തെ 1x സൂമിൽ നമുക്ക് വരുന്നത് 2ാമത്തെ ക്യാമറയാണ്. 1x സൂമിലുള്ള 1xൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൽ 2ാമത്തെ ക്യാമറ ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണെന്ന് കണ്ടോ. ഇപ്പോൾ 2ാമത്തെ ക്യാമറ നമ്മളിപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ച് നോക്കുകയാണ്, കണ്ടോ. ഇപ്പോൾ ഫസ്റ്റ് ക്യാമറ ക്ലോസ് ചെയ്തു, 2ാമത്തെ ക്യാമറ ക്ലോസ് ചെയ്യുമ്പോൾ 2ാമത്തെ ക്യാമറ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ടോ ആ ലെൻസ് അപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ വൈഡ് ആംഗിൾ ഒന്നിട്ട് വെക്കുകയാണ്, അതായത് ഫസ്റ്റത്തെ ക്യാമറ കണ്ടോ. ഈ ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്യാമറ നമുക്ക് 8 മെഗാ പിക്സലിലേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് 1xൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്നത് 2ാമത്തെ ക്യാമറ. ഇനിയിപ്പോൾ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞാലും ഫസ്റ്റത്തെ ക്യാമറ വൈഡ് ആംഗിളിന് വേണ്ടിയിട്ട് നമ്മൾ 1ാമത്തെ ക്യാമറയും 1x സൂമിന് നമ്മൾ 2ാമത്തെ ക്യാമറയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഫോട്ടോ ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഫോട്ടോയ്ക്ക് നമുക്ക് വരുന്നത് 1x സൂമിലാണ്. ഇപ്പോൾ 1x സൂമിലാകുമ്പോൾ 2ാമത്തെ ക്യാമറയാണ് വരുന്നത്.
ഇതിപ്പോൾ പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ തേർഡ് ക്യാമറ, പോർട്രേറ്റ്, സെൻസർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ കണ്ടെടുത്തോളം എനിക്ക് ആ തേർഡ് ക്യാമറ വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. പോർട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് എന്താണോ ഒബ്ജക്റ്റ് അതിനെ ഫോക്കസ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന പോർട്രേറ്റ് ഫോട്ടോ വരുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ അത് ഒബ്ജക്റ്റിനെ നമ്മൾ സെൻസ് ചെയ്ത് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അതൊന്നും എനിക്കിതിൽ വർക്ക് ചെയ്ത് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഇതാണ്ടോ 64 മെഗാ പിക്സലിൻ്റെ എടുക്കുകയാണ്. ഇപ്പോൾ 64 മെഗാ പിക്സലിൻ്റെ എടുക്കുകയാണെങ്കിലും കണ്ടോ രണ്ടാമത്തെ ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് 64 മെഗാ പിക്സലാണെങ്കിൽ തന്നെയും. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്. അഡ്വാൻസ്ഡ് ഓപ്ഷൻ കണ്ടോ, ഇതിപ്പോൾ മൈക്രോ ലെൻസിലാണ് ഞാൻ നോക്കുന്നത്. മൈക്രോ ലെൻസിൽ ഇപ്പോൾ കണ്ടോ ആ 4th ക്യാമറയാണ്, 4ാമത്തെ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഈ തേർഡ് ക്യാമറയുടെ ഉപയോഗം ഇതിലുണ്ടെന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി മുകളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സ്ലോ മോഷൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ സ്ലോ മോഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് പനോരമിക് ആണെങ്കിലും ഈ രണ്ടാമത്തെ ലെൻസ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് ഒരു മൂന്നാമത്തെ ക്യാമറ എന്തിനാന്നുള്ള കാര്യം പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു സെൻസർ ആണെങ്കിൽ പിന്നെ ഒരു ക്യാമറ ലെൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യം അതിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇതിപ്പോൾ ഞാൻ റിയൽമി 6 എടുത്ത ഒരു വീഡിയോ ആണിത്. റിയൽമി 6 ഒരു വീഡിയോ എടുക്കുകയാണ്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ സ്റ്റെബിലൈസേഷൻ അതങ്ങനെയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ റിയൽമി X2 എടുത്തൊരു വീഡിയോ ആണിത്. കണ്ടോ ഇതിൽ അത്യാവശ്യം സ്റ്റെബിലൈസേഷനൊക്കെ കാണുന്നുണ്ട്. കണ്ടോ ഒരു ഒഴുക്ക് പോലെയാണ് ഈ വീഡിയോ പോകുന്നത്. സെയിം തന്നെ അതേ ടൈപ്പിൽ ഞാൻ എടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോൻ്റെ ഷോർട്സൊക്കെ നമ്മൾ ഇതിൻ്റെ അവസാനമായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഈ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പോർട്രേറ്റ് എടുക്കുകയാണ്. പോർട്രേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഇൻഫർമേഷൻ കാട്ടും. നമ്മൾ എത്ര ലെങ്ത്തിൽ ക്യാമറ പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫർമേഷൻ വരും. അപ്പോൾ അതിന് ശേഷം ഉണ്ടോ അതിനെ ഫോക്കസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സെൻസർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഫോട്ടോസ് എടുക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോസ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല രസകരമായിട്ട്, അപ്പോൾ നമുക്ക് അത്യാവശ്യം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല സാധാരണ ഇതിൽ എടുക്കുമ്പോൾ. കൊള്ളാം, ക്യാമറ ഒക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ള അതുപോലെ തന്നെ ഒരു ക്രോമ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ക്രോമ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള ഒരു ഗ്രീനറിയോ അല്ലെങ്കിൽ എന്ത് ഫോട്ടോ ആയിക്കോട്ടെ അതിനെ കുറച്ചും കൂടിയും ഭംഗിയിലായിട്ട് നമുക്ക് ആ ഫോട്ടോ ഇതിലേക്ക് കാണിച്ചു തരും. അതാണ് ഈ ക്രോമ എഫക്റ്റ് എന്ന് വെച്ചാൽ വരുന്നത്. ഞാനിതിൻ്റെ ക്രോമ എഫക്റ്റും അല്ലാതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിൻ്റെ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ പോർട്രേറ്റ് എടുക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് ഫോക്കസ് ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ആ ഫോട്ടോയിൽ കാണും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാണ്. ഇതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം ഇതിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നതൊക്കെ 4Kയിലാണ്. ഇത് 4K സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. ഇനി ഞാൻ ഇതിലെന്തായാലും 4K വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 4Kയിൽ ഞാൻ എടുത്തിരിക്കുന്ന വൈഡ് ആംഗിളിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് 1x സൂമിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇത് ഞാൻ ഒരു 5x എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് 10x-ലാണ്. 10x എടുക്കുമ്പോൾ എനിക്ക് ഒരു കാണുന്നുണ്ട്, അത്യാവശ്യം എൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് ചെറിയ ലെറ്റേഴ്സ് ഒന്നും അത്രയും ഫോക്കസ്ഡ് അല്ല. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയില്ല 4K ആയിട്ട് പോലും. ഇപ്പോൾ ഇതിലെടുത്ത ഫോട്ടോസാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫോട്ടോസ് ഞാൻ എടുത്തപ്പോൾ ഓരോ ഫോട്ടോസ് എടുത്തുകൊണ്ടാണ്. ഇതാണ് ക്രോമ എഫക്റ്റിൽ എടുത്തെടുക്കുന്നത്. അപ്പോൾ ആ രണ്ട് വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവും. ഇതിപ്പോൾ മൈക്രോ ലെൻസിൽ എടുത്തതാണ്. ഇത് ഞാൻ പോർട്രേറ്റ് എടുത്തതാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കണ്ടോ ചെറിയ ഒരു ഫോക്കസിങ് വ്യത്യാസം ഗ്രീനറിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സാധാ ഫോട്ടോ തന്നെ എടുത്തതാണ്. ഇതും ഒരു പോർട്രേറ്റ് തന്നെ പറയാം. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്.
ഇതൊരു നോർമൽ ഫോട്ടോ ആണ്. അതിന് ക്രോമ എഫക്റ്റ് ഒന്നും എഡിങ് വന്നിട്ടില്ല. ഇതിൽ ക്രോമ എഫക്റ്റ് അടക്കം വന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഗ്രീനറി ചെക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഉണ്ടോ മൈക്രോ ലെൻസിൽ തന്നെ നമ്മൾ എടുത്തതാണ്. ഇത് ഞാൻ നേരത്തെ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്തൊരു വീഡിയോ ആണിത്. ഇത് നോർമൽ, ഞാനൊരു കുറച്ച് വൈഡ് ആംഗിൾ കാണിച്ചു തരാൻ വേണ്ടി നോർമൽ ഒരു ഫോട്ടോ ആണിത്. ഇത് ഞാനൊരു 5x എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇതിപ്പോൾ മൈക്രോ ലെൻസിൽ എടുത്തൊരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. സെയിം തന്നെ ഞാനിപ്പോൾ 5x എടുത്തൊരു ഫോട്ടോ. ഇതൊരു വൈഡ് ആംഗിൾ ഫോട്ടോ ആണ്. വൈഡ് ആംഗിൾ ഫോട്ടോ എന്ന് വെച്ചാൽ മനസ്സിലായി ഇരിക്കുന്ന സെയിം പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് ഞാൻ 9x എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. 9x. ഇത് ഞാൻ 10x എടുത്തിരിക്കുന്നൊരു ഫോട്ടോ ആണ്. സെയിം തന്നെ മൈക്രോ ലെൻസിൽ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നത് ഫോക്കസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി. കുറച്ച് നേരം മുമ്പേ അടുത്തതിൽ ചെറിയൊരു വ്യത്യാസം ഇതിലൊക്കെ കാണുന്നുണ്ട്. ഇത് ഔട്ട്ഡോർ ഫോട്ടോ ആണത്. ഫേസ് ലോക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഫേസ് ലോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എന്നൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഫേസ് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഇപ്പോൾ ആഡായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് നമ്മൾ അൺലോക്ക് ചെയ്ത് നോക്കാണ്. യെസ്, നല്ല സ്പീഡിൽ തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് അൺലോക്ക് ആവുന്നുണ്ട്. കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയുണ്ട് ഫേസ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി നോക്കുകയാണ്. അൺലോക്ക് ചെയ്യുമ്പോൾ അതിലൂടെ ലോക്ക് ഉണ്ട്, എന്നാൽ തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അൺലോക്കായി വരുന്നുണ്ട് അത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്ത് നോക്കാം. പറഞ്ഞതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് പവർ സ്വിച്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്ത് നമ്മളൊന്ന് അടിക്കുകയാണ് ഇതിലേക്ക്. പാസ്വേഡ് നമ്മളൊന്നുകൂടി വെരിഫൈ ചെയ്യുന്നു. രണ്ടാമത് ഞാൻ പാസ്വേഡ് ഒന്നുകൂടി സെറ്റ് ചെയ്തു. ഇനി ഞാൻ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക്. ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇങ്ങനെയാണ് അൺലോക്ക് ചെയ്യുമ്പോൾ സ്പീഡ് ഉണ്ടോ എന്നുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട്. കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനും നല്ല വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഇത് നമ്മളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്സോ ഒക്കെ ഇതിൽ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.